കർണാടകയിലെ വിവാദമായ ക്യാത്തമരനഹള്ളി പള്ളി തുറക്കാനൊരുങ്ങി മുസ്ലിം പ്രീണനത്തിന്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുകയാണ് കർണാടക സർക്കാർ. പലപ്പോഴും ഇത് ഭാരതമാണ് എന്നത് മറന്ന് താലിബാനെ അനുസ്മരിപ്പിക്കും വിധം ഭരണം നടത്താൻ ഒരു സിദ്ധരാമയ്യയെയും അനുവദിക്കില്ല. സിദ്ധരാമയ്യയുടെ ഭരണം താലിബാന് സമം. തർക്കത്തിലുള്ള മുസ്ലിം പള്ളി തുറക്കുന്നത് പ്രീണനത്തിന്റെ അങ്ങേയറ്റം. ശിവകുമാറും ഗുണ്ടാരാജും ഒന്നും വിമർശനങ്ങൾ നീളുകയാണ്. വർഗീയ സംഘർഷങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്ന ഒരു പള്ളി തുറക്കുന്നതിലൂടെ കർണാടക ബംഗ്ലാദേശ് ആക്കുന്ന നയം സ്വീകരിക്കുകയാണെന്ന വിലയിരുത്തലുകളും ഏറെ. കുംഭമേളയിൽ പങ്കെടുത്ത ഹിന്ദുക്കളെ ചതിക്കുകയായിരുന്നു DK ശിവകുമാർ എന്ന അഭിപ്രായങ്ങളും ശക്തമായി ഉയരുകയാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സിദ്ധരാമയ്യ സർക്കാർ മുസ്ലിം പ്രീണനത്തിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്നു. ഇപ്പോഴിതാ മൈസൂരിലെ ക്യാത്തമരനഹള്ളിയിൽ ഒരു തർക്ക പ്രദേശമായി മുസ്ലിം പള്ളി തുറക്കാൻ സൗകര്യമൊരുക്കി ന്യൂനപക്ഷ പ്രീണനം പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കർണാടക കോൺഗ്രസ് സർക്കാർ. അതേസമയം ഇതിനെ നിശിതമായി വിമർശിച്ച് മുൻ BJP MP പ്രതാപ് സിംഹ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അത്. അവിടെ പള്ളി സ്ഥാപിക്കാൻ അനുവദിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാരിന് സിംഹ മുന്നറിയിപ്പ് നൽകി. ഭരണകൂടത്തിന്റെ നടപടികളെ താലിബാൻ ശൈലിയിലുള്ള ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. കൂടാതെ ശിവകുമാർ ഒരു ഗുണ്ടാരാജ് നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു പതിറ്റാണ്ടിലേറെ ഈ പള്ളി വർഗീയ സംഘർഷങ്ങളുടെ കേന്ദ്രബിന്ദുവായിട്ടാണ് അറിയപ്പെടുന്നത്. 2016 മാർച്ചിൽ ഹൈന്ദവ സംഘടനാ പ്രവർത്തകനും BJP പ്രവർത്തകനുമായ BJP രാജു എന്നറിയപ്പെടുന്ന രാജുവിന്റെ കൊലപാതകം ഈ പള്ളിയുടെ നിർമ്മാണത്തിന് എതിരായ പ്രതിപക്ഷവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഉദയഗിരിയിലെ MG റോഡിൽ നടന്ന അദ്ദേഹത്തിന്റെ ക്രൂരമായ കൊലപാതകം ക്യാത്തമരനഹള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്കും കാരണമായി. 2009 ജൂലൈയിൽ അലിം സാദി എന്ന മദ്രസയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന പള്ളിയുടെ നിർമ്മാണ സ്ഥലത്ത് ഒരു മൃഗത്തിന്റെ ജഡം കണ്ടെത്തിയതോടെയാണ് സംഘർഷം തുടങ്ങുന്നത്. ഉദയഗിരി പോലീസ് പരിധിയിൽ ഈ സംഭവം കടുത്ത വർഗീയ കലാപത്തിനാണ് കാരണം ഉണ്ടാക്കിയത്. തുടർന്ന് കൗമാരക്കാരൻ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. നിലവിലെ സ്ഥിതി നിലനിർത്താനുള്ള കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും പോലീസ് സംരക്ഷണത്തിൽ നിയമവിരുദ്ധമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മദ്രസ പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു താൽക്കാലിക പള്ളിയായി ഇത് മാറിയെന്നും പ്രദേശവാസികൾ പറയുന്നു. അതിനു പുറമെ ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള കോൺഗ്രസ് സർക്കാരിന്റെ പ്രകടമായ പക്ഷപാതത്തെയും സിംഹ വിമർശിച്ചു. പൊതുസുരക്ഷയും ഹിന്ദു നിവാസികളുടെ ആശങ്കകളും അവർ അവഗണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിന്റെ എതിർപ്പുകൾ അവഗണിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക സംഘടനകളിലെ 1600 അംഗങ്ങൾക്കെതിരായ 175-ലധികം കേസുകൾ ഭരണകൂടം പിൻവലിച്ചതായും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ സംസ്ഥാന ബജറ്റിനെ ഹലാൽ ബജറ്റ് എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മറവിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഉറുദു സ്കൂളുകളും മദ്രസകളും എന്ന് പറഞ്ഞ് അദ്ദേഹം അവ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അക്രമാസക്തമായ ചരിത്രമുണ്ടായിട്ടും ക്യാത്തമരനഹള്ളി പള്ളി വീണ്ടും തുറക്കാനുള്ള കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ ന്യായമായ ആശങ്കകൾ അവഗണിച്ച് ഇസ്ലാമിക ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിന്റെ അപകടകരമായ ഒരു രീതിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്തായാലും DK ശിവകുമാറിന്റെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മുസ്ലിം പ്രീണനം എന്നല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, മുസ്ലിങ്ങളും ആ സംസ്ഥാനത്ത് ജീവിക്കുന്നവർ തന്നെയാണ്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു സർക്കാർ എന്ന നിലയിൽ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിലൂടെ മറ്റൊരു മതത്തെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിന് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ വർഗീയ സംഘർഷം നിലനിന്നിരുന്ന സംഘർഷബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ സർക്കാർ തന്നെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ താലിബാൻ എന്ന പ്രയോഗം, താലിബാൻ ഭരണം എന്ന പ്രയോഗത്തിന് സാധുത ഉണ്ട് എന്ന് തന്നെയാണ് കർണാടകത്തിലെ പൊതുസമൂഹം ഇപ്പോൾ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.